ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോണത് കോപ്പർക്കാവിലേക്ക് പോവുകയാണ്. കോപ്പർക്കാവിൽ കുടിയിരിക്കലാണ് കേട്ടോ. ഹൗസ് വാമിംഗ് ആണ്, കുടിയിരിക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട് പോണയിൽ. കാരണം നാട്ടിലെ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മായികൾ വന്നിക്കണു, ഇമ്മമ്മ വന്നിക്കണു, മേമ വന്നിക്കണു, ഓരോ കുട്ടികൾ വന്നിക്കണു. അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ, വന്നിക്കണു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വൈകുന്നേര സമയത്താണ് പോകുന്നത്. നല്ല ചൂടാവുക കാരണം നമ്മൾ വെയിലൊക്കെ ഒന്ന് ആറിയിട്ടായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അതുകൊണ്ട് കുറച്ച് വൈകിട്ടായിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല അങ്ങനെ പോയതുകൊണ്ട്. ഉച്ചക്കൊക്കെ പോയിക്കണേ അവിടെ എത്തുമ്പോഴത്തേന് ഉണങ്ങി കരിഞ്ഞ് ചാവാനായിട്ടുണ്ടാവും. അപ്പോൾ ഓലെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ അത്. ഇപ്പയും അനിയനും ആദ്യം തന്നെ പോയിട്ടോലെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ പോയിക്കണോല്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇനി എത്താനുണ്ടാവുള്ളൂ, ഞങ്ങളെ വീട്ടിലത്തെ. ബാക്കി എല്ലാവരും ഇപ്പോൾ ഇവിടെ കോപ്പർക്കാവിൽ തന്നെയാണ്. അവരെല്ലാവരും വന്നിട്ടുണ്ടാവും. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബൈക്കൊക്കെ നിർത്തി പതുക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്നത് തന്നെ വഴുകിയിട്ടാണ്. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പോകുന്നപ്പോഴത്തേനൊക്കെ നേരം വഴുകിട്ടോ. അപ്പോൾ ഈ വളവും കൂടി തിരിഞ്ഞത് ആ കാണുന്നതാണ് കേട്ടോ വീട്. അപ്പോൾ കേരള ഹൗസ് ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ കേരളത്തിലെ മഹാരാഷ്ട്രയിലെ ഞങ്ങളുടെ വീടാണ് കേട്ടത്. അപ്പോൾ വീടെടുക്കലിന് വന്നിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരവൊക്കെ തുടങ്ങിയിട്ടോ. പിന്നെ നമ്മളെ നാട്ടിലത്തെ പരിപാടികളുമാതിരി ഇവിടെ അങ്ങനെ വെള്ളം കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല. ഇവിടെ ചായ ഉണ്ടോ കൊടുക്കുക, ചെറിയൊരു ഇതിൽ ചായ കൊടുക്കുക കേട്ടോ ചെയ്യുക. നാട്ടിൽ നിന്ന് വന്നിട്ട് വിരുന്ന് പോയ മാതിരി നന്നാരി വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഭയങ്കര പൊലിവായി. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നന്നാരിയാണെന്ന് പറഞ്ഞിട്ട് കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലണുണ്ടപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നാട്ടിൽ നിന്ന് കിട്ടിയ സാധനമല്ലേ, അപ്പോൾ എല്ലാവരും കൊണ്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ മകളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓലെ മകനാണ് കേട്ടോ ഇത്, മാസി എന്നാട്ടോ എൻ്റെ പേര്. മോനുവിൻ്റെ അതേ പ്രായമാണ് കേട്ടോ എനിക്കും. പിന്നെ എളാപ്പാടെ കുട്ടികളും ഒക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണില്ലേ, അതുകൊണ്ട് മച്ചുവിനെ എടുക്കാനുള്ള തല്ലായിരുന്നു കേട്ടോ എല്ലാവരും. മോനും ഭയങ്കര പൊലിവായിട്ടുണ്ടാണ്. മോന് നല്ല കളിയും ചെറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മൂത്ത മോനാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഫ്രിഡ്ജിൽ തപ്പി നോക്കുമ്പോൾ ഈ ഒരു പേട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേട അപ്പോൾ എളാപ്പ തലേദിവസം ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മേടിച്ച സ്വീറ്റ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോന്ന് കഴിച്ചു കേട്ടോ. ഇത് അമ്മയുടെ മകളെ ചെറിയ കുട്ടിയാണ് കേട്ടോ. ഷെസൂന് ഞാൻ വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഓന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ, കയ്യിൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. കാരണം ഓനിൻ്റെ അടുത്ത് എടുക്കാനും ഒന്നും വരില്ല കേട്ടോ. എന്നിട്ട് അവസാനം ഞാൻ എടുത്തപ്പോഴാണ് കേട്ടോ പിന്നെ കൊടുത്തതോ എനിക്ക്. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇരട്ടായി. ആളുകളൊക്കെ വരൽ തുടങ്ങി. ടേബിളൊക്കെ ഇട്ടു. പിന്നെ ഇതവിടെ ലൈവായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് റെഡിയാക്കിയായിരുന്നു കേട്ടോ. ഗുലാബ് ജാമുന് അതേമാതിരി നമ്മളെ സാലഡുകൾ, കറി എല്ലാതും റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ചപ്പാത്തി, പൂരി അത് പരത്തണം ചുടണമൊക്കെ ഉള്ള തിരക്കാണ് കേട്ടോ. പാപ്പട് ഉണ്ടാക്കുകയൊക്കെ അത് കഴിക്കണതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ബാക്കി എല്ലാതും റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ അവിടുത്തെ ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ മച്ചും മോനും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സമയം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എന്തായാലും വിശക്കുമല്ലോ. ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മാതിരി ഒന്നും പോലും കാത്തിക്കൂല. അതുകൊണ്ട് മച്ചും കുട്ടികളൊക്കെ പിന്നെ ഫസ്റ്റ് ഇരുന്നു കേട്ടോ. മാമുന് എന്തൊക്കെയാ ഉണ്ടായിരുന്നു? എന്തൊക്കെ മാമുന് തിന്നു മട്ടി ഇതിൽ നോക്കി പറയും. പപ്പടോ, പിന്നെന്തായിരുന്നു? ഭൂരിയോ? പിന്നെന്തായിരുന്നു? കരി. പിന്നെന്തായിരുന്നു? പിന്നെ ചോറ്. പിന്നെന്തായിരുന്നു? ചപ്പാത്തി ഇല്ലേ? എന്താണ്? പപ്പടം. പിന്നെ എന്തായിരുന്നു? ഗുലാബ് ജാമുൻ ഇല്ലേ? ഗുലാബ് ജാമുൻ എത്ര തിന്നു മട്ടി? 5 അന്നയുടെ കുമ്പ വലുതേക്കൂടും. പള്ളി നഞ്ഞോ? ആരുടെ പള്ളിന്ന് പറഞ്ഞ്? മോനുന്റെ. ചെന്നപ്പോ മോനുന്റെ പള്ളി പറഞ്ഞ് അന്റെ പറഞ്ഞ്. മച്ചിൻ്റെ ഫുഡിൻ്റെ വർണ്ണനയൊക്കെ കേട്ടില്ല. ഫുഡൊക്കെ ആദ്യം കഴിച്ചിട്ട് എന്നോട് എന്നതൊക്കെ ഉണ്ട്, അമ്മച്ചി തിന്നോളുണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞാൻ ഓലെ തപ്പിയും കൊണ്ട് നടക്കുന്നതായിരുന്നു. കാരണം എല്ലാവരും കൂടിയായി. പിന്നെ പരിപാടികളെ തിരക്കും ആകുക കാരണം ഓലൊന്നും കാണുന്നതന്നെ ഉണ്ടായില്ല. എവിടെയെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ കുട്ടികളൊക്കെ പാടെ കൂടിക്കഴിഞ്ഞാൽ പുറത്തുള്ള കുട്ടികൾ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട്. തല്ലുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പ്രശ്നമാവില്ലേ. ഇനി ചോറ് തരൂല
കേട്ടോ. തിന്നതൊക്കെ ജയിച്ചാൽ ഇനി ചോറ് തരൂല. ആ നിങ്ങളിങ്ങനെ തുള്ളി ചാടി നിങ്ങൾ തിന്നൊക്കെ ദഹിക്കും. അപ്പൊ പിന്നെ ചോറ് തരൂല. ഇനി ഗുലാബ് ജാമുൻ തിന്നട്ടേന്നോ. പിന്നെ കുട്ടികളൊക്കെ എല്ലായിടത്തും പുറത്തത്തെ കുട്ടികളൊക്കെ പോയിട്ടോ. പിന്നെ നമ്മളെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീടുവാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കൂട്ടരുടെ ഉള്ളിൽ പിന്നെ മാങ്ങ തിന്നണ തിരക്കായി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് തിന്നണ തിരക്കായിരുന്നു പോലെ. പിന്നെ അതാ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക പുലാവ് ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ലാസ്റ്റ് ആട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അതിൽ ഞാൻ വീഡിയോ എടുത്തുകൊള്ളണമെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഗുലാബ് ജാമുൻ എന്തായാലും ഫസ്റ്റ് തന്നെ കഴിച്ചു. മധുരത്തോട് കുറച്ച് ഇഷ്ടം എനിക്ക് കൂടുതലാണ്. അതുകൊണ്ട് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പോവുക, എടുക്കുക, കഴിക്കുക. നമ്മളെ കുടിയിലെ പരിപാടി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇടുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം. പിന്നെ എല്ലാവരും പോവുകയും കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ പാത്രത്തിനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് നിങ്ങൾ. എൻ്റെ മേമ എൻ്റെ തൊട്ടടുത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ആ പാത്രത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ പോയിക്കുന്നു. പാത്രം കുതിർന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ ചപ്പാത്തിയും സാലഡും ചോറൊക്കെ ഇവിടുന്ന് കഴിക്കണ മാതിരി തന്നെ അങ്ങനെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ എന്താണെന്നാവും അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരാളെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന 10 ആളെയും കൂടി ഞാൻ കൊണ്ടും. അതുപോലെ ആ ആൾക്കാരും 10 ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര ആളായി നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് എന്തായാലും ചോറ് കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഫുഡും ഉണ്ടായിരുന്നേ. പിന്നെ കറി കുറച്ച് വെള്ളം നീട്ടിപ്പോയി ഞങ്ങൾ കഴിച്ചപ്പോഴത്തേന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം നീട്ടിയിട്ട് തന്നെ. അപ്പോൾ വെള്ളം നീട്ടാതെ അതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് അടുക്കള തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അമ്മായിയുടെ മകനും ഞാനും പാടെ മാങ്ങ കഴിച്ചു കേട്ടോ. ഉപ്പിലിട്ടത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നേ. എന്താണെന്നാവോ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ കഴിക്കാതിരിക്കാനും തോന്നില്ല. വയറൊക്കെ അത്യാവശ്യം നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കാതിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2-3 കഷ്ണം എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കഴിച്ചു. ഇനി ബാക്കി ഞാൻ നാളെ കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തെ സ്പൂൺ കൊണ്ടുപോയത് അമ്മായിയുടെ മകനാണ് കേട്ടോ. ഞാനത് തുറന്നത് ഞാൻ കണ്ടുള്ളൂ. അപ്പത്തിന് പിന്നെ ആളുകൾ ഇങ്ങനെ വരൽ തുടങ്ങിയിരുന്നു. ഓരോരുത്തരായിട്ട് വന്നിട്ട് എടുക്കാനും എന്താ കഴിക്കണേന്നാണ് കേട്ടോ ഓരോരുത്തർ വന്നിരുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടിലൊരു പരിപാടിക്ക് കൂടിയ മാതിരിയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചതായി. പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് പാപ്പട് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഭൂരി ഉണ്ടായിരുന്നു. പിന്നെ അടുക്കള തപ്പണ പരിപാടിയായിരുന്നു അടുത്തത്. നന്നാരി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചോറ്, രസം, പിന്നെ അതാ ഇറച്ചിയും പൂളി ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റാണ് കണ്ടത്. അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഗുലാബ് ജാമുന്, പിന്നെ കട്ടൻ ചായ. നമ്മൾ സാധാരണ വീടുകളിലുണ്ടാകുന്ന രാവിലെ വൈകുന്നേരം പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ രാവിലെ വെച്ച ലേറ്റായ ഫുഡുകളൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി. ആ ഒരു സംഭവങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ആ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ പാത്രങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണമല്ലോ. നമ്മളെ പാത്രങ്ങൾക്കൊക്കെ നമ്മൾ ഇട്ട് വെച്ചു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ നാളെ രാവിലെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്നത്തെ രാത്രി ഇതൊക്കെ തന്നെ തിരക്കുണ്ടാണ്. പിന്നെ അതാ നേരം വെളുത്തപ്പത്തെ പരിപാടിയാണ് ഈ കാണുന്നത്. നേരം വെളുത്തപ്പോൾ അതിന് തിരക്കായി. നീച്ചപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കടന്നതേ ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ നേരം വെളുത്ത് നീച്ചപ്പോൾ തന്നെ നമുക്ക് ചക്ക ഉണ്ടായിരുന്നു. ചക്ക ഒരു കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം പഴുത്തിട്ടില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ പൊളിച്ചതിന് പഴുത്തതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചക്ക പൊന്നുമ്മ പറിച്ചു തന്നു കേട്ടോ. പൊന്നുമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയുടെ മകളെ ഹസ്ബൻഡിൻ്റെ അമ്മ. പിന്നെ അതാ കുട്ടികളൊക്കെ ചക്ക തിന്നണ പരിപാടിയാണ്. മച്ചുവിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ചക്ക തിന്നണത്. തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല തിന്നുകൂടുമെന്ന്. പിന്നെ ബിരിയാണി പരിപാടിയായി. അമ്മായിയുടെ മരുവനാണ് കേട്ടോ ബിരിയാണി വെക്കണേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൻ്റെ സ്പെഷ്യൽ പുലാവാട്ടോ ഞങ്ങൾക്ക് കിട്ടല്. ഓൻ്റെ പുലാവ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഓന് നാട്ടിലെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മമാരൊക്കെ സഹായത്തോട് കൂടി ഒരു ബിരിയാണി വെക്കണതാണ് കേട്ടോ. ഒരു ബിരിയാണി വെക്കണ അങ്കമട്ടാണ് ഈ കാണുന്നത്. 1, 2, 3, 4 വരെയൊക്കെ ഈ ഒരു സ്ലാബ് നേരാക്കിയിട്ടുണ്ടാവും കേട്ടോ. അവസാനം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി നേരാക്കണില്ല, ഇനി എല്ലാതും കഴിഞ്ഞിട്ടേ നേരാക്കുള്ളൂ എന്ന്. കാരണം ഇത് നേരാക്കിയിട്ട് കാര്യമില്ല, എത്ര വരി അപ്പോൾ ഇത് നേരാക്കുക. ഇത് എനിക്ക് കൊണ്ടാവുള്ള ചക്കക്കുരു നേരാക്കാൻ കേട്ടോ. എൻ്റെ അപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു. അപ്പോൾ പിന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കഴിക്കുമ്പോൾ തന്നെ ലേശം ചക്കക്കുരു എടുത്ത മുളയെ നമുക്ക് കുടിക്ക് കൊണ്ടുപോകാം, എന്നിട്ട് 2 ദിവസം ചക്കക്കുരു കറി വെക്കണം. ഇതാ ബാക്കി ചക്ക ഓല് കൊണ്ടുവന്നാണ്. പിന്നെ ഇതാ പഴമുണ്ട്. പിന്നെ ഇപ്പം എന്താണ് നമ്മളെ തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചവിടെ പോന്നു. ഫുഡൊന്നും കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇനി അവിടുന്ന് പോരുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഇടങ്ങേറ് കേട്ടോ, എല്ലാവരും ഇടയിൽ നിന്ന് പോരുന്ന മാതിരി. അപ്പോൾ എന്തായാലും പോരാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.